എനിക്കിന്നേ കുറച്ച് ഈ മധുരക്കിഴങ്ങ് കിട്ടേ, ചീനിക്കിഴങ്ങെന്നൊക്കെ പറയൂലേ, അത് ഇതാ നോക്കിക്കേ, അതിൻ്റെ കളർ നോക്കിക്കേ. ഞാനൊരു 3/4 കിലോയോളം വാങ്ങിച്ചേ. അതിൽ ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. ഒന്നിൻ്റെ ഹാഫ് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കളർ നോക്കിക്കേ, ഇതാ കണ്ടോ, നല്ല ചെറിയ ഓറഞ്ചിഷ് കളറാണ്. ഞാനിത് കുറച്ചെടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് പുഴുങ്ങിയെടുക്കാനായിട്ട്. നിങ്ങളും ഇങ്ങനെ തന്നെ നോക്കൂ. ഈ മധുരക്കിഴങ്ങ് വാങ്ങുമ്പോൾ വെള്ള മധുരക്കിഴങ്ങിനെക്കാട്ടി ഏറ്റവും ഗുണം ഈ ഓറഞ്ച് കളറാണ്. ഷുഗറുകാർക്കൊക്കെ ഇതാണ് ഏറ്റവും പറ്റിയ മധുരക്കിഴങ്ങ്. അപ്പോൾ നിങ്ങൾ കിട്ടുവാണെങ്കിൽ, നിങ്ങൾ കടയിലൊക്കെ പോയി വാങ്ങുമ്പോൾ ഇങ്ങനത്തെ മധുരക്കിഴങ്ങ് കാണുവാണെങ്കിൽ ഈ കളർ നോക്കി വാങ്ങണേ. അപ്പോൾ ഞാനിതൊന്ന് പുഴുങ്ങിയെടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ കളർ വ്യത്യാസം ഞാനൊന്ന് കാണിച്ചു തരാവേ. പുഴുങ്ങാൻ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് കപ്പയൊക്കെ ഊറ്റി കളയുന്നത് പോലെ അതിൻ്റെ വെള്ളം ഊറ്റി കളയേണ്ട ആവശ്യമില്ല. ആദ്യം നമ്മൾ 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഇച്ചിരി ഉപ്പിട്ട് ഒന്ന് അരിയിച്ചതിന് ശേഷം നമ്മൾ ഈ കഴുകി വെച്ചിരിക്കുന്ന മധുരക്കിഴങ്ങ് ഒന്ന് വരിയിട്ടിട്ട് ഈ വെള്ളത്തിൽ നിന്ന് തന്നെ വേവണം. ഇതിന് ഒരുപാട് വേവൊന്നുമില്ല, കുറച്ച് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും. ഈ വെള്ളം അത്രയും വറ്റി കിട്ടുകയും ചെയ്യും. അപ്പോൾ 1 ഗ്ലാസ് തികച്ചെടുക്കണം എന്നില്ല, ഒരു 3/4 ഗ്ലാസ് വെള്ളം ആയാലും മതി. ഞാനിതൊന്ന് പുഴുങ്ങി കാണിച്ചു തരാവേ. പുഴുങ്ങാനായിട്ട് ഞാനൊന്ന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ നല്ലവണ്ണം ഒരു അടപ്പും എടുത്ത് അടച്ചിട്ട് ഒരു 3 മിനിറ്റ് കഴിയുമ്പോൾ ഇത് ആയി കിട്ടും. ഇതൊന്ന് റെഡിയായി വരട്ടെ. അതൊന്ന് പുഴുങ്ങിയെടുക്കുന്ന സമയം അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഒരു കറിയും കൂടെ നമുക്ക് ഉണ്ടാക്കാം. ഒരു മുളക് ചമ്മന്തി, വേറെ ഒന്നുമല്ല, ഇതുപോലെ ഒരു 5-6 വറ്റൽമുളകും എടുത്ത് ഇച്ചിരി സവാളയോ ചെറിയ ഉള്ളി എന്താണെങ്കിലും ആവാം, ഇതുപോലെ ഒരു ഇതിലിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ഗ്യാസിൽ വെച്ചിട്ട് ഇത് നമുക്ക് ഗ്യാസിൻ്റെ പുറത്ത് വെച്ചിട്ട് ഇതൊന്ന് ചുട്ടെടുക്കാവേ. ഇതൊക്കെ നല്ലവണ്ണം ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം പുളിയും ഉപ്പും ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഞാനൊന്ന് അരച്ചെടുക്കട്ടെ. ആ മുളകൊക്കെ അരച്ച് നല്ല ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ട്. നോക്കിക്കേച്ച് പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല മണമുണ്ടേ. കാണുമ്പോൾ തന്നെ കൊതിയാവുന്നു ഇത് പെട്ടെന്ന് അങ്ങോട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ ഇനി നമ്മുടെ മധുരക്കിഴങ്ങ് എന്തായി എന്നുള്ളത് നോക്കാം. മധുരക്കിഴങ്ങെല്ലാം നല്ലവണ്ണം വെള്ളമൊക്കെ വറ്റി നല്ല വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഊറ്റിയിട്ടൊന്നുമില്ല, ആ വെള്ളം അത്രയും വറ്റി ചേർന്നിട്ടുണ്ട്. അപ്പം വേവും റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാവേ. ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ചൂടോടെ തന്നെ കഴിക്കാം. ചമ്മന്തിയും അങ്ങനെ അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് അപ്പോൾ ഇപ്പം തന്നെ അങ്ങോട്ട് തട്ടിയാലോ. ബായ്. അപ്പോൾ നിങ്ങളെല്ലാവരും മധുരക്കിഴങ്ങ് വാങ്ങുമ്പോൾ ഇതുപോലത്തെ മധുരക്കിഴങ്ങ് നോക്കി വാങ്ങാൻ ശ്രമിക്കുക. അതുപോലെ ഇങ്ങനെ ഒരു കറിയും ഉണ്ടാക്കുക. ബായ്.